ഹായ്, നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ലോകത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിളിക്കാവുന്ന പ്രദേശം. പല കാലങ്ങളിലായിട്ട് പല സാമ്രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലൂടെ കടന്നുപോയിട്ടുണ്ട്. 3 പ്രധാന മതങ്ങളുടെയും പല സംസ്കാരങ്ങളുടെയും പ്രഭവ കേന്ദ്രമായ മിഡിൽ ഈസ്റ്റിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് ആരാണ്? രാജാക്കന്മാരാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരുമാണോ? അതുമല്ലെങ്കിൽ ഏതെങ്കിലും നിഗൂഢ ശക്തിയാണോ? നോക്കാം. ലോകഭൂപടം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് വരുന്ന ഈ മിഡിൽ ഈസ്റ്റിൽ പുറമേ നിന്ന് നോക്കിയാൽ ശരീഅത്ത് ഭരണമാണ്, ഇസ്ലാമിക ഭരണമാണ് നടക്കുന്നതെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് വിദേശകാര്യവും പ്രതിരോധ വിഭാഗത്തിലേക്കെല്ലാം വരുമ്പോൾ. എന്തായിരിക്കും അതിന് കാരണം? കാരണം വളരെ പരസ്യമാണ്, അമേരിക്ക തന്നെയാണ്. എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാർക്ക് നോ പറയാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വേരുറപ്പിച്ചത്? ആ കഥ നമുക്കൊന്ന് നോക്കിയാലോ. അതിനിടയിൽ സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം കൂടി, ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളും വിഷയങ്ങളും അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ തുടരാം. അമേരിക്ക ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ സർവാധിപത്യം സ്ഥാപിച്ചിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. 1930കളിലാണ് ഈ അധിനിവേശം നടക്കുന്നത്. പക്ഷെ അന്ന് അതിനെ ഒരു അധിനിവേശമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇരു കൂട്ടർക്കും ഉപകാരമുള്ള ഒരു കൈകൊടുക്കലായിരുന്നു അത്. ഈ 30 കാലഘട്ടങ്ങളിൽ അമേരിക്ക എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു ശക്തിയാണ്. ആഭ്യന്തര യുദ്ധങ്ങളും മാന്യത്തോടുമൊക്കെ പോരാടി അമേരിക്ക ഇങ്ങനെ വളർന്നു വരുന്ന കാലമാണ് ഈ 1930കൾ. ഈ സമയത്താണ് വളരെ യാദൃശ്ചികമായിട്ട് അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. തീരെ താല്പര്യമില്ലാതെയാണ് ഈ യുദ്ധത്തിൽ എത്തിപ്പെട്ടതെങ്കിലും ഈ യുദ്ധം അമേരിക്കയ്ക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത്. ഈ യുദ്ധത്തിൽ നേട്ടം മാത്രമല്ല, വലിയൊരു പാഠം കൂടെ അമേരിക്ക പഠിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിലെ ജർമ്മനിയുടെ തോൽവിക്ക് ആക്കം കൂട്ടിയ ആ കാരണം അമേരിക്ക കണ്ടെത്തി: എണ്ണ അഥവാ ഊർജം. യുദ്ധം കനത്തപ്പോൾ വലിയ ഊർജ പ്രതിസന്ധിയാണ് ഈ ജർമ്മനി നേരിട്ടത്. യുദ്ധ ടാങ്കുകൾക്കും വിമാനങ്ങൾക്കും വരെ ഇന്ധനം നിറക്കാനില്ലാത്ത അവസ്ഥ. ഇതേ തുടർന്ന് ജർമ്മനിയിലെ ഒട്ടുമിക്ക വ്യവസായങ്ങളും മുരടിക്കുകയും ഈ ഉൽപാദന മേഖല സ്തംഭിക്കുകയും ചെയ്തു. ഇതോടെ ജർമ്മനിയുടെ തകർച്ച വളരെ പെട്ടെന്നായിരുന്നു നടന്നത്. ഇതിൽ നിന്നും അമേരിക്ക മനസ്സിലാക്കിയെടുത്ത കാര്യമായിരുന്നു ഇനി അങ്ങോട്ട് ലോകത്തെ ചലിപ്പിക്കുന്നത് എണ്ണയെ നിയന്ത്രിക്കുന്നവർ ആയിരിക്കുമെന്നുള്ളത്. പക്ഷേ ഇതിനെല്ലാം മുമ്പേ തന്നെ അമേരിക്ക എണ്ണയ്ക്ക് വേണ്ടിയുള്ള പര്യവേഷണങ്ങൾ ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ 1930 കാലഘട്ടത്തിൽ തന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഒരു കമ്പനി എണ്ണ പര്യവേഷണത്തിനായിട്ട് ഈ സൗദി അറേബ്യയിലേക്ക് എത്തുന്നുണ്ട്. അന്ന് ആ മരുഭൂമിയിൽ എണ്ണ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലെങ്കിലും ഇവർ സൗദി അറേബ്യ ആകെ എണ്ണയ്ക്കായിട്ട് ഉഴുതുമറിക്കുകയാണ്. അവസാനം 1939 സൗദി ദഹ്റാനിൽ ഒരു വലിയ എണ്ണശേഖരം ഈ കമ്പനി കണ്ടെത്തുകയാണ്. അന്നത്തെ സൗദി രാജാവിന് ഈ പുറത്തുനിന്നുള്ള വെള്ളക്കാരെ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അന്ന് അദ്ദേഹം ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. എണ്ണ കുഴിക്കാനും പിന്നീട് അതിനു വേണ്ടി വരുന്ന ജീവനക്കാർക്കും എഞ്ചിനീയർമാർക്കും എല്ലാം താമസിക്കാനായിട്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനൊക്കെ അദ്ദേഹം ഒരു അനുവാദം കൊടുക്കുകയാണ്. ഈ സെറ്റിൽമെന്റിൽ തീർത്തും സൗദിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. അവിടെ മദ്യം ഉപയോഗിക്കാനും സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുമുള്ള അനുവാദമൊക്കെ രാജാവ് കൊടുക്കുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾക്ക് തീരെ സഹിക്കാവുന്നതായിരുന്നില്ല. അവർക്ക് ഇതിന് വളരെയധികം എതിർപ്പുണ്ടായി. പക്ഷേ എണ്ണപ്പണം കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കെ രാജാവ് ഈ എതിർപ്പുകളൊന്നും കാര്യമാക്കിയില്ല. ഈ എതിർപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക രാജാവിന് മുമ്പിൽ ഒരു പ്രപ്പോസൽ വെക്കുകയാണ്. എണ്ണയുടെയും സൗദി അറേബ്യയുടെയും സംരക്ഷണത്തിനായിട്ട് ഒരു മിലിറ്ററി ബേസ് ഈ രാജ്യത്ത് സ്ഥാപിക്കാമെന്നുള്ളത്. ആ ഒരു ആശയം രാജാവിന് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു വിദേശ ശക്തി തങ്ങളുടെ മണ്ണിൽ സൈനികാധിപത്യം ഉറപ്പിക്കുന്ന ഭയപ്പെട്ട രാജാവ് വളരെ പരിമിതമായ തോതിലുള്ള ഒരു സൈനിക ബേസ് തുടങ്ങാൻ മാത്രമാണ് ഈ അമേരിക്കയ്ക്ക് അനുവാദം കൊടുത്തത്. ഈ അനുവാദം കിട്ടിയ അമേരിക്ക ഈ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് വീണ്ടെടുക്കുന്നതിനായിട്ട് ഈ കരാറുകളെല്ലാം ഏൽപ്പിച്ചിരുന്നത് തദ്ദേശീയരായ ആളുകളെയും കമ്പനികളെയും ഒക്കെ തന്നെയാണ്. ഇക്കൂട്ടത്തിൽ മുഹമ്മദ് എന്നു പേരുള്ള ഒരാളുടെ കമ്പനിക്കാണ് ഈ എയർ ബേസ് നിർമ്മിക്കാനായിട്ടുള്ള അനുവാദം കരാർ ലഭിച്ചത്. തുടർന്നിങ്ങോട്ട് ഈ മുഹമ്മദിൻ്റെ കമ്പനിയുടെ വിശ്വാസ്യതയും മറ്റ് കൃത്യതയും കണ്ട അമേരിക്ക ഒരുപാട് കരാറുകൾ
ഈ മുഹമ്മദിൻ്റെ കമ്പനിക്ക് കൊടുക്കുകയും ഈ കമ്പനി സൗദിയിൽ തന്നെ വലിയൊരു ബിസിനസ് ഫ്രെയിമായിട്ട് വളരുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളങ്ങനെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സോവിയറ്റ് യൂണിയൻ്റെ കണ്ണ് ഈ മരുഭൂമി പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നത്. ഇതേ തുടർന്ന് ഈ നാടുകളിൽ പല പേരുകളിൽ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഇറാനിൽ ഇടതുപക്ഷ ചായ്വുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേറി. ഇത് അമേരിക്കയ്ക്ക് തീരെ സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഇവരും ബ്രിട്ടനും ചേർന്ന് ഒരു അട്ടിമറിയിലൂടെ ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഒരു ഏകാധിപതിയായിട്ടുള്ള പെഹ്ലവി രാജവംശത്തെ ഇറാനിൽ സ്ഥാപിക്കുകയാണ്. ഇതേസമയം തന്നെ മിഡിൽ ഈസ്റ്റിൽ പിറവിയെടുത്ത ഒരു രാഷ്ട്രം കൂടെ അമേരിക്കയ്ക്ക് പിറകെ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നുണ്ട്. ഈ രാഷ്ട്രത്തെ അമേരിക്ക കണ്ണും കൈയുമഴിഞ്ഞ് സഹായിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നിട്ടും ഈ രാഷ്ട്രത്തിന് അമേരിക്ക സൈനികമായും സാമ്പത്തികമായും സകല പിന്തുണയും നൽകിയിട്ടുണ്ട്. ഈ രാഷ്ട്രത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. ഇസ്രായേലിന് നൽകുന്ന ഈ സഹായങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാഷ്ട്രങ്ങൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജാവ് ഇസ്രായേലുമായിട്ടുള്ള അമേരിക്കയുടെ ഈ ചെങ്ങാത്തം കാരണം ഈ അമേരിക്കൻ സഖ്യകക്ഷികൾക്കുള്ള ഓയിലിൻ്റെ എക്സ്പോർട്ടിങ് കട്ട് ചെയ്യുകയാണ്. ഇത് US മറ്റും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി തീർത്തു. പക്ഷേ എങ്കിലും ഇതിനെല്ലാം വളരെ വിദഗ്ധമായിട്ട് US മാനേജ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്പോർട്ടിങ് മരവിപ്പിച്ച രാജാവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അങ്ങനെ ഗവൺമെൻറ്റുകളെ കയ്യിലെടുക്കാൻ സാധിച്ചുവെങ്കിലും ജനങ്ങളെ കയ്യിലെടുക്കുക അമേരിക്കക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് എതിർപ്പുള്ള ജനങ്ങൾ പല പേരുകളിൽ സംഘടിക്കാൻ തുടങ്ങി. ഈ സംഘടിച്ചവർ അമേരിക്കക്ക് മാത്രമായിരുന്നില്ല എതിരെ നിന്നിരുന്നത്, സോവിയറ്റ് യൂണിയനും എതിരായിരുന്നു. അങ്ങനെ സോവിയറ്റ് യൂണിയന് എതിരെയുള്ള സംഘത്തെ അമേരിക്ക സഹായിക്കുകയും അമേരിക്കക്കെതിരെയുള്ള സംഘത്തെ സോവിയറ്റ് യൂണിയൻ സഹായിക്കുകയും ചെയ്തതോടെ ഈ സംഘങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിൽ വലിയ ശക്തി നേടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ ശക്തമായ സംഘങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എന്നും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സമയത്ത് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനിൽ സ്ഥാപിച്ച പെഹ്ലവി രാജവംശത്തിന്റെ സിംഹാസനം തെറിപ്പിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖുമൈനി ഇറാനിൽ ഭരണത്തിലേറി. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു അടിയാണ് സമ്മാനിച്ചത്. ഇതോടൊപ്പം തന്നെ ഈ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അനുകൂല ഗവൺമെന്റിനെ സഹായിക്കാനായിട്ട് സോവിയറ്റ് ചെമ്പട കൂടി അഫ്ഗാനിലേക്ക് എത്തിയതോടെ കളം ഒന്നുകൂടി കൊടുക്കുകയായിരുന്നു. ഈ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ അഫ്ഗാനിൽ ഒരു കൂട്ടം ജനങ്ങൾ സംഘം ചേർന്ന് സായുധമായ സമരം ആരംഭിച്ചു. ഇതിനെ ഒരു അവസരമായി കണ്ട അമേരിക്ക ഈ സംഘത്തിന് സകല പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഈ സംഘത്തിന് വേണ്ട മിലിറ്ററി എക്യുപ്മെൻറ്റ്സും ഇൻഫ്രാസ്ട്രക്ചറും ടണലുകൾ നിർമ്മിക്കാനായിട്ട് ഒരു കമ്പനിയെ അമേരിക്ക ചുമതലപ്പെടുത്തുകയാണ്. അമേരിക്കയുടെ വിശ്വസ്ത കമ്പനിയായിട്ടുള്ള മുഹമ്മദിൻ്റെ കമ്പനിയായിരുന്നു ഇവരെ ചുമതലപ്പെടുത്തിയത്. ഈ കമ്പനിയുടെ സ്ഥാപകനായ മുഹമ്മദിൻ്റെ മകനാണ് ഈ കരാർ ലഭിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ കമ്പനിയെയും ആളെയും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ പേരാണ് ഒസാമ. കമ്പനിയുടെ പേര് ബിൻ ലാദൻ, ഒസാമ ബിൻ ലാദൻ. പിന്നെ അഫ്ഗാനിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അങ്ങനെയെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇറാഖിൽ സദ്ദാം ഹുസൈൻ അധികാരത്തിൽ കയറുകയാണ്. തുടർന്ന് അങ്ങോട്ട് ഒരു ഇറാഖിൻ്റെ വലിയൊരു കുതിപ്പാണ് നമ്മൾ കാണുന്നത്. സാമ്പത്തികമായും സൈനികമായുമെല്ലാം ഇറാഖ് വലിയ വളർച്ചയാണ് നേടിയത്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ സൈന്യമായിട്ട് ഇറാഖിൻ്റെ സൈന്യം മാറി. അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ വലിയൊരു ശക്തിയായിട്ടുള്ള ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ഒരു ശ്രമം നടത്തി. ഇത് സൗദി അറേബ്യയ്ക്കും മറ്റു രാഷ്ട്രങ്ങൾക്കും വലിയ ഭീതി ഉണർത്തി. കുവൈറ്റിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഇറാഖ് തങ്ങളെയും ആക്രമിക്കുമെന്നും തങ്ങളുടെ എണ്ണയും സമ്പത്തുമെല്ലാം അവർ ഏറ്റെടുക്കുമെന്നുള്ള ഭയം ഇവരെ പിടികൂടി. ഇറാഖിനെ പരാജയപ്പെടുത്താനായിട്ട് ഈ രാജാക്കന്മാർ പല വഴികളും നോക്കി. ഇവർക്ക് ഏറ്റവും സ്വീകാര്യമായ സൈന്യം അമേരിക്കയുടേതായിരുന്നു. ഇവർ അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു അമേരിക്ക ഈ കാലം അത്രയും കാത്തിരുന്നത്. ഈ ഒരു വിളി കേൾക്കേണ്ട താമസം അമേരിക്കയുടെ മിലിറ്ററി മിഡിൽ ഈസ്റ്റിലേക്ക് ഒഴുകിയെത്തി. വൻ സൈനിക വാഹനങ്ങളും ടാങ്കുകളും ഹംവികളും കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ മണലാരണ്യം നിറഞ്ഞു. എയർബേസുകളും കപ്പൽ പടകളും മിഡിൽ ഈസ്റ്റിന് ചുറ്റും നിറഞ്ഞു. ഇതേ തുടർന്ന് വളരെ വേഗം തന്നെ അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഇറാഖിനെയും സദ്ദാം ഹുസൈനും പരാജയപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൻ്റെ ആകെ സൈന്യത്തേക്കാൾ വളരെ ശക്തമായ സൈന്യമായിട്ട് അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റിൽ മാറി. ഇനി എന്താണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷ മറ്റൊരു രാജ്യത്തെ ഏൽപ്പിച്ചാൽ എങ്ങനെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കും?
ഇതാണ് മിഡിൽ ഈസ്റ്റിന് വളരെ ചുരുക്കത്തിൽ സംഭവിച്ചത്. ഇതുകൂടാതെ മറ്റനേകം കാര്യങ്ങളും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അവയിൽ നിന്നെല്ലാം വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ എടുത്തു മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിന് നന്ദി.